ഫൈനലി നമ്മുടെ മാരേജ് കഴിഞ്ഞ് നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഭുവനേഷ്. അതെ, കുറേ വരുന്ന വഴി ഞാൻ കുറേ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ്, എങ്ങനെയാണ്, അറേഞ്ച്ഡ് ആണോ, ലവ് മാരേജ്, നിറയെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. ഇതെന്താ, എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെയാണ് തമിഴ് മലയാളം എന്നൊക്കെ, അതൊക്കെ വഴിയെ പറയാം. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും വേണം. പിന്നെ വേറെന്താ, ഭുവനേഷിന് എന്താ പറയാനുള്ളത്? ஃபைனலி ரிவீல் பண்ணிட்டா. நான் ரொம்ப நாளுக்கு அப்புறம் പറഞ്ഞോ, സംസാരിച്ചോ, പ്ലീസ്. എന്താ പറയല്ലേ, ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്തു ഇതാണ് ഭുവനേഷ് എന്ന്. ഓക്കെ, അപ്പോൾ മതിയടിന്ന് പുള്ളി കുറച്ചേ സംസാരിക്കുള്ളൂ. അതെ, അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാവരും കാണണം. പിന്നെ വേറൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല, ഇന്നും ഉറങ്ങിയിട്ടില്ല. കാരണം 12 മണിക്ക് റെഡിയാകാൻ കയറിയതാണ്. ഒരു 4 മണിക്കാണ് ടെമ്പിളിൽ ഞങ്ങൾ എത്തിയത്. ഇനിയിപ്പോൾ ഇതേ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇവിടുന്ന് നേരെ ഇനി മേക്കപ്പൊക്കെ ചെയ്തൊരു കേരള വെഡ്ഡിങ്, റെഡ് സാരിയൊക്കെ ഉടുത്ത്, അയ്യോ പറയണ്ടായിരുന്നു, റെഡ് സാരിയൊക്കെ കുഴപ്പമില്ല, സാരിയൊക്കെ ഉടുത്ത് വേറൊരു മേക്ക് ഓവറിൽ വരാൻ പോവുകയാണ്. ഒപ്പം ഭുവനേഷും ഉണ്ട്. പുള്ളിയും എന്താ ഫിറ്റായിട്ട് നേരത്തെ ജുബല്ലേ, കുർത്ത പോലത്തെ ജുബയും മുണ്ടൊക്കെ, അതും വെറൈറ്റി ആയിട്ടും. അപ്പം അതൊക്കെ കാണാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. വീണ്ടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കല്യാണം നേരത്തെ പറയാത്ത എന്തെന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കും. പറയാത്തതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം അത് കൊട്ടിക്കോഷിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പം അറിയില്ല, എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇപ്പം തന്നെ ഓരോന്നും എഴുതി ഉണ്ടാക്കിയിടുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഉള്ള സന്തോഷം അത് ആ സമയം നമുക്ക് എന്താ പറയണ്ടേ, ആഘോഷിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ആദ്യമേ എല്ലാവരുടെയും പറയാണ്ട് അവസാനം റിവീൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവസാനം കൊണ്ട് ഞാൻ റിവീൽ ചെയ്തത്. നേരത്തെ പറയാത്തത് ഒന്നും വിചാരിക്കരുത്. എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് നല്ലത് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, മോശം വിചാരിക്കുന്ന ആൾക്കാരും, മോശം നടക്കണമെന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പോൾ ഗൈസ്, ഫൈനലി അനുമോളുടെ കല്യാണമാണ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ആ ഒരു ചാനലിൽ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ അറിഞ്ഞതും. ആദ്യമായിട്ടാണ് ഇത്ര സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുടെ കല്യാണം സ്വന്തം അക്കൗണ്ടിൽ കൂടെ ഇടുമ്പം നമ്മൾ അറിയുന്നത്. ബാക്കി ആരുടെ ആണെങ്കിലും എങ്ങനെയെങ്കിലും നമ്മുടെ നീലക്കുയിലും അതും ഇതുമൊക്കെ മനത്തറിഞ്ഞ് അവിടെ ചെല്ലാറുണ്ട്. പക്ഷെ അനുമോളോട് ഒരു പ്രത്യേക ഇഷ്ടം എനിക്ക് തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസിന്റെ സമയത്ത് ഞങ്ങൾ അവരുടെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നാട്ടിലുള്ള എല്ലാവരും കൊടുക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാവരും അനുമോളുടെ പ്രത്യേകമായിട്ട് കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, ലൈക്ക് ആള് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ക്യാരക്ടറും അതുപോലെ തന്നെ അതിന് മുന്നേ ഉള്ള ക്യാരക്ടറും ഒരേപോലെയാണ്. ഇപ്പം ഒരു സെലിബ്രിറ്റി ആയതിനു ശേഷം ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇവർ കണ്ടില്ലെങ്കിലും വിളിച്ച് അങ്ങോട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണെന്നുള്ള രീതിയിലാണ്. പിന്നെ അവരെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യമൊക്കെ അവരമ്മ തൊഴിലുറപ്പിനൊക്കെ പോയി അങ്ങനെയൊക്കെ അത്രയും ബുദ്ധിമുട്ടിയൊക്കെ ആയിരുന്നു ആ ഒരു ഫാമിലി പൊക്കോണ്ടിരുന്നത്. പക്ഷെ അനുമോള് എന്താ പറയാ, ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ വീട് വെച്ചു. അത് അങ്ങനെ അവര് ആദ്യം തന്നെ അമ്മേനെ അച്ഛനെയും ജോലിക്ക് വിടാതെ വീട്ടിലിരുത്തി. അങ്ങനെ അത്രയും ഒരു എന്തൊക്കെ നമ്മളിപ്പം സ്റ്റാർ മാജിക്കിൽ നമ്മൾ കണ്ട ആ ഒരു അനുമോള് എത്രയൊക്കെ സ്ട്രോങ് അല്ലെങ്കിലും ഭയങ്കര കരച്ചിലാണെങ്കിലും എന്തൊക്കെയാണെങ്കിൽ പോലും ലൈക്ക് ആ ഒരു ഫാമിലിനെ ഒരു ഇതിലെത്തിച്ച് അത് കഴിഞ്ഞിട്ട് സ്വന്തമായി കല്യാണം കഴിക്കുന്നു. ഇറ്റ്സ് ഒരു നമുക്ക് എടുത്തു പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഭുവനേഷ് എന്ന് പറയുന്ന ഒരു തമിഴ് പയ്യനെയാണ് നമ്മളെ അനുമോൾ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. ആൻഡ് ഞാനും അവരുടെ അക്കൗണ്ടിൽ വന്ന് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത്. അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരു നമ്മളിപ്പം ഫോൺ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഒരു കുറേ ഓൺലൈൻ ചാനലുകൾ ഉണ്ടായിരിക്കും, അപ്പോൾ അവരൊക്കെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അനുമോളുടെ ആ ഒരു കല്യാണം കാണാം. പിന്നെ എന്താ പറയുക, ഒരു നല്ല ഡിസിഷൻ തന്നെയായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നമ്മുടെ പേരൻസിനും അവർക്കും ഒക്കെ കാണാൻ പറ്റും. കാരണം ഈ സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കല്യാണത്തിൽ കുറേ ഇങ്ങനെ ഓൺലൈൻ ചാനൽസുകൾ ഇങ്ങനെ വരും. അപ്പോൾ അവർക്ക് അതൊരു എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത് ഗുരുവായൂർ വെച്ചാണെന്ന് തോന്നുന്നു, ഗുരുവായൂർ വെച്ച് നടന്നു. ഗുരുവായൂരാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. പക്ഷെ എങ്കിൽ കൂടി അത്രയും അവർക്ക് അവസാനമാണ് പുള്ളിക്കാരി റിവീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു കല്യാണ വീഡിയോ കൂടെ കണ്ടിട്ട് ഈ ഒരു വീഡിയോ ഇന്ന് അവസാനിപ്പിക്കാം ഗൈസ്.